ചിലപ്പോൾ 4:30 നമ്മൾ ഞങ്ങൾ വെളുപ്പിന് 4:30 തന്നെ ഇറങ്ങിയോണ്ട് ഫുൾ എനർജിയിൽ തുള്ളണതാട്ടോ നിങ്ങൾ കണ്ടത്. അപ്പം കയറിയപ്പിന്നെ പിന്നെ വണ്ടി നിർത്തിയത് ഫുഡ് കഴിക്കാനാട്ടോ. ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ കൊടൈക്കനാൽക്കാട്ടോ നമ്മൾ ടൂർ പോയത്. നമ്മുടെ മുൻപിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. 3 ഡേ ട്രിപ്പിനോടായിരുന്നു എല്ലാവർക്കും താല്പര്യം. അങ്ങനെ അവസാനം ചെന്ന് കൊടൈക്കനാൽ 2 ഡേ ട്രിപ്പിലോട്ടാക്കി. പോയപ്പോൾ ഉണ്ടായിരുന്ന എൻജോയ്മെന്റ് അടിപൊളിയായിരുന്നു കേട്ടോ. വൈകിട്ടായപ്പോഴേക്കാട്ടോ കൊടൈക്കനാൽ എത്തിയത്. ആദ്യം തന്നെ ലേക്ക് ചുറ്റി കറങ്ങാനായിട്ടാണ് പോയത്. ടോട്ടലി 2 ദിവസത്തെ ഫുഡിന്റെ കാര്യം പറയാനായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ബൊഫെ പോലെയായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാമെന്നായിരുന്നു. പിന്നെ ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ബിരിയാണിയിൽ ഉണ്ടായിരുന്ന ചിക്കനൊക്കെ നല്ല ഡ്രൈ ആയിരുന്നു. ചിലപ്പോൾ ആ ക്ലൈമറ്റിൻ്റെ ആയിരിക്കാം. എല്ലാവരുടെ കാര്യമില്ലാട്ടോ ഞാൻ പറഞ്ഞത്. ഭൂരിഭാഗം പേർക്കും ഫുഡ് ഇഷ്ടമായില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റിയെന്ന് പറയാം. വൈകിട്ടായപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി DJ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതും കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ 10 ടൂർ പോയതും കൊടൈക്കനാൽക്ക് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പം അന്ന് പോയ DJ സ്ഥലത്താണ് ഇപ്രാവശ്യം ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ ഒരുപാട് ഓർമ്മകൾ മനസ്സിലോട്ട് വന്നു കേട്ടോ. പിന്നെ രാത്രി 12 മണി ആയി കഴിഞ്ഞപ്പോൾ ഒരുത്തിയുടെ ബർത്ത്ഡേ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ആഘോഷിക്കാൻ മുകളിലോട്ട് പോന്നു കേട്ടോ. നമുക്ക് ഫുഡ് മെയിൻ ആയതുകൊണ്ട് തന്നെ രാത്രി ഇരുന്ന് സ്നാക്സ് ഒക്കെ കഴിക്കലായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ.